Good morning to all. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, how are you all? Fine. What about you? നല്ലത് തന്നെ മാം. മാമിനോ? അപ്പൊ ടെൻഷനിലാണ് എല്ലാവരും അല്ലേ? ഭയങ്കര ടെൻഷനാണല്ലോ. എക്സാമിനെ ബേസ് ചെയ്ത് എന്താണ് ടെൻഷൻ? ഇതിനകത്ത് ടെൻഷൻ അടിക്കുന്നേ? കൂളായിട്ട് അറ്റൻഡ് ചെയ്യൂട്ടോ. ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, നന്നായിട്ട് പഠിക്കൂ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. Yes, ma'am. Start here. Time waste here. Okay. You are looking beautiful. Okay, thank you. വയ്യാതിരിക്കാണ് കേട്ടോ. കോൾഡ് ഉണ്ട്, ഫീവർ ഒക്കെ ആയിട്ട്. എന്തോ എന്ത് പറ്റി മാം? ചെറിയൊരു പനി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നൗൺ പ്രൊനൗൺ ആണ്. ഇതില് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? നോക്കേണ്ടത് ഇപ്പോ നൗൺ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണ്ടേ. ഇപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ആയിക്കോട്ടെ. ഓക്കെ, 4 ഓപ്ഷൻസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതിലേതാണ് കളക്റ്റീവ് നൗൺ അല്ലെങ്കിൽ ഇതിലേതാണ് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഇതാണ് കൺഫ്യൂഷൻ അല്ലെ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ചാപ്റ്റർ അതാണ് ഇമ്പോർട്ടന്റ്. പ്രൊപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇത് വരാം. നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പിന്നെ ചോദിക്കാനുള്ളത് പ്ലൂറൽ അല്ലെ? പ്ലൂറൽ ഫോംസ് എല്ലാത്തിന്റെയും പ്ലൂറൽ നൗൺ എന്നൊക്കെ അറിയാലോ അല്ലെ? അവരുടെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കാം. തന്ന നോട്ട്സിലുള്ള പ്ലൂറൽ ഫോംസ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ ഏതാണ് പ്ലൂറൽ നോക്കാം. അപ്പോ ഫോക്സ്, ഫോക്സസ്, ഓക്സ്, ഓക്സൺ അല്ലെ? കുറച്ച് വേർഡ്സ് ഉണ്ട്. കാസിനോ, കാസിനോസ്, ഫോട്ടോ, ഫോട്ടോസ്. ഏതാണ് പ്ലൂറൽ എന്ന് ചോദിക്കും. ഒരു വേർഡ് തന്നിട്ട് which is the plural noun of photo എന്ന് ചോദിക്കും. Okay, choose the right one, right എന്താണ് plural form of ഏതാണെന്ന് വെച്ചാൽ അത് ഫോട്ടോ അല്ലെങ്കിൽ പൊട്ടറ്റോ അല്ലെങ്കിൽ ഓക്സ് ഏതെങ്കിലും വരാം. ഓക്കെ, അപ്പൊ ഒരു പ്ലൂറൽ ഫോം ചെയ്ത് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പിന്നെ ഏതാണ് നമ്മുടെ മെയിലും ഫീമെയിലും അല്ലെ? ജെൻഡേഴ്സ്. ജെൻഡേഴ്സിൽ നമുക്ക് അറിയാം, ഓപ്പോസിറ്റ് ജെൻഡേഴ്സ് അറിയണം. ഇപ്പോ അതിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇപ്പോ മെയിൽ വേർഷൻ മെയിൽ ജെൻഡർ സർ ആണെങ്കിൽ സർ, അതിന്റെ ഫീമെയിൽ ഏതായിരിക്കും അറിയും? മെയിൽ സർ ആണെങ്കിൽ ഫീമെയിൽ ഏതാ? Madam ആണോ മാം? മാഡം ആണ് കേട്ടോ. അപ്പൊ അതുപോലെയൊക്കെ ചോദിക്കാം. ഇപ്പോ മാൻ ആണെങ്കിൽ വുമൺ ആണ്. വുമൺ തന്നിട്ട് അതിന്റെ മെയിൽ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. അപ്പൊ 4 ഓപ്ഷൻസ് അതിൽ ഉണ്ടാകും. ഓപ്ഷൻസ് ഏതെങ്കിലും ഒക്കെ ആവാട്ടോ. അങ്ങനെ ഓപ്ഷൻ എല്ലാം വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ബന്ധമില്ലാത്ത ഓപ്ഷൻ വരെ ചിലപ്പോൾ തന്നെന്ന് വരാം. അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുക, അതിന്റെ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ എല്ലാ ഓപ്ഷൻസ് വായിച്ച് വെറുതെ കൺഫ്യൂഷൻ ആകണ്ട. ഓക്കെ, എപ്പോഴും പറയാനുള്ള കാര്യം ഇംഗ്ലീഷിൽ പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധമാണത്. എല്ലാ ഓപ്ഷൻസും വായിച്ചിട്ട് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പൊ അത് ചെയ്യണ്ട. അപ്പൊ ഏതെങ്കിലും ഒരു മെയിൽ ചോദിക്കാം. ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു സാർ ആൻഡ് മേഡം, പിന്നെ വുമൺ ആൻഡ് മെൻ, പിന്നെ എന്താണ് ഹെൻ. ഹെൻ ആണെങ്കിൽ ഏത് വരും? എന്താ മാം? ഹെൻ, HEN, ഹെൻ. ഹെൻ ആണെങ്കിൽ ഇനിയിപ്പോ വിഡോവർ ആണെങ്കിൽ വിഡോവർ. എനിക്ക് മാത്രം ക്ലിയർ അല്ലാതെ. അല്ല മാം, ഒരു ക്ലാരിറ്റി കുറവ് തോന്നുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ലൊരു പരപരാന്നൊരു സൗണ്ട് വരുന്നുണ്ട്. ശരിയാ, ക്ലിയർ ഇല്ല പറയുന്നേനെ.
ഓക്കെ, ക്ലിയർ ആണോ? കുറച്ച് സൗണ്ടിൽ ആ പറഞ്ഞ ഇപ്പൊ ക്ലിയർ ക്ലിയർ ആണ്. ആണ്, ഇപ്പൊ ക്ലിയർ ആണ് മാം. ചെറിയ സൗണ്ടിന്റെ പ്രശ്നമാട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ മെയില് ഫീമെയില് ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ, മസ്കുലൈൻ ജെൻഡർ ഫീമെയിൽ ജെൻഡർ, അതിലേതാണ് ഈ പോർഷനിലായിരിക്കും ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഏതൊക്കെയാണ്? ലയൺസ് ആണ്, ഹെന്നാണ്, കോക്ക് ആണ്, ഹീറോ ഹീറോയിൻ ആണ്, മിസ്റ്റർ മിസിസ് ആണ്, വിഡോവർ വിഡോ ആണ്. ഓക്കെ, വിഡോവർ ഏതാണെങ്കിൽ മെയിൽ ആണ്, വിഡോ ഫീമെയിൽ ആണ് അല്ലെ. അപ്പൊ ഇത്രയും പോർഷൻ അധികം നോക്കുക. ഏതൊക്കെയാണ് നൗൺസ്, ഏതൊക്കെയാണ് ചെയ്യാനുണ്ടാവും, പ്ലൂറൽ നൗൺ ഉണ്ട്, ദെൻ ജെൻഡേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? ദെൻ നമുക്ക് പ്രോണൗൺ ആണ്. പ്രോണൗൺ അറിയാതെ നമുക്ക് മോക്ക് ടെസ്റ്റ് തന്ന പോലത്തെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരാം. അതായത് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ഏത് പാട്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അല്ലെ, അത് പ്രോണൗൺ തന്നെ വരണമെന്നില്ല, ക്വസ്റ്റ്യൻസ് അങ്ങനെ ബേസ് ചെയ്ത് വരാം. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എംപാറ്റിക് എന്ന് ചോദിക്കാം. എംപാറ്റിക്കില് ഐ റിക്വയർഡ് ദ ബൈക്ക് മൈസെൽഫ് എന്ന് ചോദിച്ചിട്ട് അതില് മൈസെൽഫ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കാം. ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കും കേട്ടോ. ഐ റിക്വയർഡ് ദ ബൈക്ക് മൈസെൽഫില് മൈസെൽഫ് അണ്ടർലൈൻ ചെയ്തു. ചോദിക്കുകയാണ് ഐഡന്റിഫൈ ദ അണ്ടർലൈൻ പാർട്ട് എന്ന് ചോദിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ തരുന്നു. ഐ റിക്വയർഡ് ദ ബൈക്ക് മൈസെൽഫ്. 4 ഓപ്ഷൻസ് അതാണ്. റിഫ്ലെക്സീവ് പ്രോണൗൺ, എംപാറ്റിക് പ്രോണൗൺ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ, ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ. ഈ 4 ഓപ്ഷൻസ് ആയിട്ടാണ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? എംപാറ്റിക് പ്രോണൗൺ ആണ്. കാരണം നൗണിനോ പ്രോണൗണിന് ശേഷം കീവേഡ്സ് ഏതെങ്കിലും വരികയാണെങ്കിൽ അത് എംപാറ്റിക് പ്രോണൗൺ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ക്വസ്റ്റ്യൻ വായിക്കുക. ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ആൻസറിൽ ഉണ്ടോ, ആ ഓപ്ഷൻസിൽ അതിന്റെ ആൻസർ ഉണ്ടോ എന്ന് നോക്കുക, അത് ക്ലിക്ക് ചെയ്യുക. അതായത് എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ശരിയല്ലേ? ഐ റിക്വയർഡ് ദ ബൈക്ക് മൈസെൽഫ് എന്ന ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അയ്യോ ഇത് എന്താണ് എംപാറ്റിക് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ട് ഇല്ലാതെ നമുക്ക് അറിയാൻ പറ്റും. സോ ആ എംപാറ്റിക് ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ പ്രോണൗണും പഠിക്കുക. റിഫ്ലെക്സീവ് പഠിക്കുക. റിഫ്ലെക്സീവ് അറിയാലോ, എംപാറ്റിക് പഠിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. അപ്പൊ വെർബിന് ശേഷം എനിക്ക് വരാം. ഇൻഡിഫിനൈറ്റ് എന്താണ്? കീവേഡ്സ് ഓരോന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എംപാറ്റിക് ഞാൻ പറഞ്ഞു, അതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എംപാറ്റിക് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റിലേറ്റീവ് പ്രോണൗൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റീവ് പ്രോണൗൺ അത് പഠിച്ചു വെക്കുക മാക്സിമം. അത് ചിലപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സൺ ആണെങ്കിൽ അല്ലെ, പേഴ്സൺ ആണെങ്കിൽ ഹൂ, ഹൂസ്, ഹൂം ആണ് വരാം, മറക്കരുത്. അതില് നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു സെന്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ദിസ് ഇസ് ദ വുമൺ ഡാഷ് ഹസ്ബൻഡ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ. ദിസ് ഇസ് ദ വുമൺ ഡാഷ് ഹസ്ബൻഡ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ എന്ന് ചോദിക്കും. ഒരു സെന്റൻസ് കണ്ടാല് അപ്പൊ ഡാഷ് ആണ് വന്നിരിക്കുന്നത്, ഫിൽ ചെയ്യണം അല്ലെ. അപ്പൊ അതിന്റെ സെന്റൻസിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കാം. എന്താണ്? ഒരു വുമണിന്റെ ഹസ്ബൻഡിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തതെന്നാണ് സെന്റൻസിന്റെ മീനിങ് വരാം. നമുക്ക് അത് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ നമുക്ക് എന്താ ചോദിക്കാൻ പറ്റാം? ആരുടെ ഹസ്ബൻഡ് ആണെന്ന് വരാം അല്ലെ. അതായത് സബ്ജക്ട് ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്. സബ്ജക്ട് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദ വുമൺ അല്ലെ, ഫസ്റ്റ് കാണാൻ സബ്ജക്ട് ആയിട്ട് വരാം. അപ്പൊ ദിസ് ഇസ് ദ വുമൺ, ഈ വുമൺ എന്ന് പറയുന്ന ആൻസർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ എന്താണ്? ആരുടെ ഹസ്ബൻഡ് ആണ്, ഹസ്ബൻഡിനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ വുമൺ എന്ന് പറയുന്ന ആൻസർ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ വേണം നമ്മൾ റിലേറ്റീവ് പ്രോണൗൺ ഐഡന്റിഫൈ ചെയ്യാൻ. അത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ അണ്ടർലൈൻ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ചോദിക്കാം, ദിസ് ഇസ് ദ വുമൺ ഹൂസ് ഹസ്ബൻഡ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ എന്ന് ചോദിച്ചിട്ട് ഹൂസിന്റെ അവിടെ അണ്ടർലൈൻ ചെയ്യാണ്, ചോദിക്കുകയാണ് ഐഡന്റിഫൈ ചെയ്യൂ ഇത് ഏത് പാർട്ടാണ്, ആ ഹൗസ് എന്ന് പറയുന്ന പാർട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യൂ എന്ന് പറയും. 4 ഓപ്ഷൻസ് തരും. 4 ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കാം. അതിൽ റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടെങ്കിൽ അതെന്താണ് കറക്റ്റ് ആൻസർ അല്ലെ. ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ, അത്രേ പറയാനുള്ളൂ. ഇനി വേർബ് ആണെങ്കിൽ, വേർബിലേക്ക് വരാണെങ്കിൽ നമുക്ക് വേർബിൽ കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ട് അല്ലെ. വേർബ് V1 V2 V3 ഫോംസ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഫോംസ് ഏതാണെന്ന് ചോദിക്കും. അതായത്
അങ്ങോട്ടും തിരിച്ചു മറിച്ച് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ തരും. എക്സാമ്പിൾ പറയുന്നത് കം കെയിം കം അല്ലെ, അതാണ് ഇതിന്റെ കറക്റ്റ് ഫോം. കം കെയിം കം 4 ഓപ്ഷൻസ് വേണമെങ്കിൽ തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടാവും. കെയിം കം കമ്മിനൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരും. അതായത് ഫോംസ് കറക്റ്റ് ആയിട്ട് നോക്കുക, അത് സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. കം കെയിം കം അതാണ് കറക്റ്റ്. അതുപോലെ ഇപ്പൊ ഇനി എന്താ ചോദിക്കാം, ഗോ വെന്റ് ഗോൾ അതാണെങ്കിൽ 4 ഓപ്ഷൻസ് എന്തൊക്കെയാ? വെന്റ് ഗോ ഗോൾ, അല്ലെങ്കിൽ ഗോൾ വെന്റ് ഗോ, ഗോ വെന്റ് ഗോൾ. ഓക്കെ, അങ്ങനെ മാറ്റി മറിച്ചൊക്കെ തരുമ്പോൾ നിങ്ങൾ അതിന് കറക്റ്റ് സെലക്ട് ചെയ്യണം. ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർബ് എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക കറക്റ്റ് ഏതാണ്, ഗോ വെന്റ് ഗോൺ ആണ്, കറക്റ്റ് ആണ്. അതുപോലെ ഡ്രൈവ് ഡ്രോപ്പ് റിവൺ. ഓക്കെ, പിന്നെ എന്താണ് പറയാ, റൈറ്റ് റോഡ് റിട്ടേൺ. ഇതൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് അല്ലെ. അപ്പൊ കറക്റ്റ് വേർബ് ഫോം അറിഞ്ഞിരിക്കണം, മസ്റ്റ് ആണ്. ഓക്കെ, പിന്നെന്താ, പിന്നെ വെർബിന് വരാനായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും വെർബിന് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ടെൻസ് ആണ്. ടെൻസിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ടെൻസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ടെൻസ് ചാപ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ ആക്റ്റീവ് വോയ്സും പാസീവ് വോയ്സും ചോദിക്കും, ഷുവർ ആണ്. അതില് ആക്റ്റീവ് വോയ്സ് എന്നിട്ട് പാസീവ് വോയ്സും ചോദിക്കും, പാസീവ് വോയ്സ് എന്നിട്ട് ആക്റ്റീവ് വോയ്സും ചോദിക്കും. മനസ്സിലായോ? അതായത് ഇപ്പോ a letter is written by him. A letter is written by him. Active voice is ചോദിക്കും, which is the correct active voice. ശേഷം 4 ഓപ്ഷൻസ് വരും. 4 ഓപ്ഷൻസ് അതിന് പറയാതെ തിരിച്ചു മറിച്ചൊക്കെ ആയിരിക്കും വരാം. നിങ്ങൾ ഇത്രയും മാത്രം ശ്രദ്ധിക്കുക. A letter is written by him എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നോക്കി എഴുതാൻ നോക്കാം. ഓപ്ഷൻസ് വായിക്കല്ല, നിങ്ങൾ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും നോക്കാം. A letter is written by him എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹിം ആണ് എന്നത്, സോ ഹി ആയിരിക്കും. ലെറ്റർ ഈസ് എന്ന് പറയുമ്പോൾ അതെന്താണ് നമുക്കറിയാം, അത് സിമ്പിൾ പ്രസന്റിൽ പറയുന്നതാണ് അല്ലെ. ഫോംസ് ഓർത്ത് വെക്കണം. അപ്പൊ ലെറ്റർ ഈസ് എന്ന് പറയുമ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്നാണ് അതിന്റെ ആക്റ്റീവ് വോയിസ് വരാം. അപ്പൊ ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കുക, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരും. തിരിച്ചും വരും. He writes a letter which is the passive form of this sentence എന്ന് ചോദിക്കാം. പാസീവ് വോയിസ് കണ്ടുപിടിക്കാനും ചോദിക്കും. അപ്പൊ he writes a letter എന്ന് പറയുമ്പോൾ a letter is written by him. Okay, ഇനി he wrote a letter ആണെങ്കിലോ, നോട്ട് ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ചുമയുണ്ട്, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരും കേട്ടോ, സോറി. അപ്പൊ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ he wrote a letter. He wrote a letter ആണെങ്കിൽ അതിന്റെ പാസീവ് ഫോം എന്തായിരിക്കും പറയൂ? He wrote a letter. അപ്പൊ പാസീവ് ഫോം ആക്റ്റീവ് വോയിസ് എന്താ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി. A letter was written. A letter A letter was written. Yeah, a letter was written by him.
കാരണം പ്രസന്റ് അല്ല, സിമ്പിൾ പ്രസന്റില് ആക്റ്റീവ് വോയിസ് ചോദിക്കുകയാണെങ്കിൽ റൈറ്റ്സ് വരുമ്പോൾ ഈസ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ആ ഈസ് മാറിയുള്ള വാസ് ആകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത് പഠിച്ചിരിക്കണം. അപ്പൊ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് നമ്മളായിരിക്കും ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ക്ലിയർ? ഈ ടെൻസ് വൈസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻസ് വെച്ച് ക്വസ്റ്റ്യൻ വരാം, ചോദിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. അതായത് ഇപ്പോ ബ്ലാങ്ക്സ് വെച്ചിട്ടായിരിക്കും മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ, ടെൻസ് വൈസ് ഇന്ന്. അതായത് ഇപ്പോ they are dash cricket, they are dash cricket എന്തായിരിക്കും ഓപ്ഷൻസ്? പ്ലേയിങ് എത്രയേ ഉള്ളൂ, ഓപ്ഷൻസിന് ആവശ്യമില്ല അവിടെ. We dash met him. We dash met him. Sorry. We dash. ഇത്രയും ഞാൻ പറഞ്ഞു, വേറെ ഒന്നും പറയാം. ഈ സോറിയുമാണ് ഉദ്ദേശിച്ചത് കേട്ടോ. Okay, then she has the dash a novel. She has dash a novel. എന്തായിരിക്കും ഇവിടെ? ഏത് എന്താ മാം കേൾക്കാൻ വയ്യ. She has dash a novel. റിട്ടേണോ? എന്ത് പറയാം? റിട്ടേൺ വരാം. ഓക്കെ ഓക്കെ. ഏത് വേറെ ബൈക്കോട് വരാം അത് പറയും. V3 ഫോം. അപ്പൊ അങ്ങനെയും ചോദിക്കാം. പാസീവ് വോയിസ് പറയുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. ഫ്യൂച്ചറിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ. നിങ്ങള് ആക്റ്റീവ് വോയിസ് നോക്കുമ്പോ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ, ഇത് മൂന്ന് നോക്കണം കേട്ടോ. സിമ്പിൾ തന്നെ നോക്കുക. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇത് രണ്ടും നോക്കിയിട്ട് വരാം. നോക്കിയിട്ട് വരാനല്ല, നോക്കിയിട്ട് പോവാം. ഓക്കെ. പിന്നെ ലെറ്ററിന്റെ സിമ്പിൾ പാസ്റ്റ് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെൻസിന്റെ ഇത് കൊടുക്കും, മെൻഷൻ ചെയ്യുവോ? മനസ്സിലാവില്ല. അതായത് ഈ റോട്ടേ ലെറ്റർ എന്നുള്ളത് പാസ്റ്റ് കേസിലേക്ക് ആക്കുമ്പോ അതിന്റെ സിമ്പിൾ പാസ്റ്റ് ഏതാന്ന് കണ്ടുപിടിക്കുക, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ വരിക? അങ്ങനെയല്ലല്ലോ. ഈ റോട്ടറി ലെക്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റോട്ടറി ലെക്ചർ എന്ന് പറയുന്നത് അത് ആക്റ്റീവ് വോയിസ് ആണ് അല്ലെ. ഈ റോട്ടറി ലെക്ചർ എന്ന സെന്റൻസ് കൊട്ടേഷൻ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ വരും. പാസീവ് വോയിസ് ഈസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരാം. പാസീവ് വോയിസ് കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണ്, അപ്പൊ പാസീവ് വോയിസ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഓക്കെ ഓക്കെ. പാസീവ് വോയിസ് എന്നോ അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ് എന്നുള്ള ക്വസ്റ്റ്യൻ വരും. ഓക്കെ. മാം ഈ ലെറ്റർ വാസ് റിട്ടൺ ബൈ ഹിം എന്ന് വേണ്ടേ? letter was written by ഹിം എന്ന് വേണ്ടേ? ഓക്കെ. ടെക്സ്റ്റിൽ അത് കിട്ടേക്കോട്ടോ. ടെക്സ്റ്റിലൂടെ ഹിമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലോ, അത് വെച്ച് പഠിക്കും. ഓക്കെ. നല്ല ശതമാനല്ലേ?
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നോക്കാം. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ നൗൺ പ്രോണൗൺ ചാപ്റ്റർ ഉണ്ടല്ലോ, അതില് ഇപ്പോ നിങ്ങൾക്കറിയാം പേഴ്സണൽ പ്രോണൗണിന്റെ ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ ഇപ്പൊ എക്സാമ്പിള് I did it. I did my. Sorry, I did it. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നോക്കി നിങ്ങൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ എന്തൊക്കെയാണ് സമയത്ത് മൈസെൽഫ്. മൈസെൽഫ്. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ മൈസെൽഫ് ഉണ്ട്, ഹെർസെൽഫ് ഉണ്ട്, ഇറ്റ്സെൽഫ് ഉണ്ട്, അല്ലെ? അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. Then okay. സോറി കേട്ടോ, കുറച്ച് അധികം വയ്യ എന്നുവെച്ചാല് ചുമ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് മാക്സിമം ഞാൻ പറയുന്നത് പെട്ടെന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇത് പറയാൻ പറ്റില്ല. ഓക്കെ, ഞാനിങ്ങനെ പ്രതീക്ഷയില്ല, പക്ഷെ വയ്യാതായി പോയി. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ ബൈ മൈസെൽഫ്. അപ്പോ ഹെർസെൽഫ് വരും, ഷീ ആണ് വരുന്നത്, ഹെർസെൽഫ് വരും, ഹി ആണെങ്കിൽ ഹിംസെൽഫ് വരും. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ പറയുന്നത് ഇപ്പൊ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, then അടുത്തൊരു ചാപ്റ്റർ ഏതാണ്? ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ എന്ന ക്വസ്റ്റ്യൻ എന്തായാലും വെരി ഇമ്പോർട്ടന്റ് ആണ്. എ ആൻഡ് ദ, അല്ലെ? എവിടേക്കാണ് എ യൂസ് ചെയ്യുക, എവിടേക്കാണ് ആൻഡ് യൂസ് ചെയ്യുക? ചില പാർട്ടിക്കൽ പോയിന്റിലൊക്കെ നമ്മള് കാണുമ്പോൾ ആൻഡ് യൂസ് ചെയ്യേണ്ടി വരും തോന്നും, പക്ഷെ ആൻ ആയിരിക്കില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻഡ് എവിടേക്കാണ് ആൻഡ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, പാടില്ല, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ, അല്ലെ? യൂറോപ്യൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ആൻ ആയിരിക്കും, അല്ലെ? പക്ഷെ അവിടെ എന്താണ്? എ ആണ് നോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എ യൂറോപ്യൻ, എ യൂണിഫോം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. പറയുന്നത് അതേപോലെ തന്നെ നോട്ട് ചെയ്യും. ഓക്കെ, ഓറഞ്ച് ആണെങ്കിൽ അറിയാലോ, ആൻ ഓറഞ്ച്. ചിലപ്പോ ആർട്ടിക്കിൾ ആവശ്യമില്ലാത്ത പോർഷനിൽ ഞാൻ തരും ഉണ്ടാകാം. ആർട്ടിക്കിൾ യൂസ് ചെയ്യാം, അവിടെ ആർട്ടിക്കിൾ വേണ്ടി വരില്ല. ഓപ്ഷനിൽ നോ ആർട്ടിക്കിൾ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഓക്കെ, then പിന്നെ ഏതാണ്? പാട്ടുകൾ അങ്ങനെ വരും. പാട്ടുകൾ എന്താ ആണെങ്കിലും അപ്പോ എന്താ എവിടേക്ക് യൂസ് ചെയ്യാം? പർട്ടിക്കുലർ പോയിന്റ് ചെയ്ത് പറയുമ്പോഴാണ് എന്താ യൂസ് ചെയ്യാം, അല്ലെ? ദിസ് ഈസ് ഡാഷ് ബുക്ക് എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ഡാഷ് ബുക്ക്, ദിസ് ഈസ് ദ ബുക്ക്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ബുക്ക്. ആ ഒരു ബുക്കിനെ മെൻഷൻ ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുമ്പോഴാണ് അവിടെ നമ്മൾ ദാ യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ദാ എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത്? എ എവിടേക്കാണ്, ആൻഡ് എവിടേക്കാണ്? നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അവാർഡ്, ആൻഡ് ഓറഞ്ച്, എ യൂറോപ്യൻ, ദിസ് ഇസ് ദ ബുക്ക്. ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. ഇനി കോൺവേർഡ് ആണ്. കോൺവേർഡിൽ വരാണെങ്കിൽ നമുക്ക് ഞാൻ ഓൾറെഡി കോൺവേർഡ് എടുത്ത ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് വെൽ ആസ് ഇമ്പോർട്ടന്റ് ആണ്, ആസ് വെൽ ആസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നൈദർ, ഐദർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നൈദറോ ഐദറൊക്കെയാണ് വരുന്നതെങ്കിൽ എന്താണ്?
സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കേണ്ടത്. സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർബ് എന്തായിരുന്നു? പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, സിസ്റ്റേഴ്സ് എന്നാണ് വന്നിരിക്കുന്നെങ്കിൽ അവിടെ എന്താ വരാം? ക്ലീൻ ആണ്. വെർബ് പ്ലൂറൽ ആയിട്ടാണ് പറയേണ്ടത്. നോട്ട് ചെയ്തിരിക്കാം കേട്ടോ. ആസ് വെൽ ആസ് ആണെങ്കിലോ ആസ് വെൽ ആസ് ആണെങ്കിൽ എന്ത് വരും? സിംഗുലർ ആയിരിക്കും വരാം കേട്ടോ. ആസ് വെൽ ആസ് ആണെങ്കിൽ സിംഗുലർ ആണ്. പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, as well as rather than ഒക്കെയാണ് വരുന്നെങ്കിൽ എന്താണ്? സിംഗുലർ ആണ്. My brother as well as my sister has called. ഇവിടെ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ്. നൈതറും ഐതറൊക്കെ ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റ് ആണ് നോക്കുന്നത്. as well as ആണെങ്കിൽ നമ്മൾ ഏതായാലും നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് കേട്ടോ. ആക്കാൻ പാടില്ല. ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, then ഇപ്പൊ കോൺവേർഡിന് ആ ഒരു രണ്ട് മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ, പറയുന്നതിന് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്, ഓക്കെ. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്നും അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് അറിയാലോ. ഐഡന്റിഫൈ ചെയ്യാൻ സിമ്പിൾ അല്ലേ? അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് നോക്കി വെക്കുക. ഓക്കെ, ആഡ്വർബ് ആണെങ്കിൽ ആഡ്വർബും ഫ്രേസ് നോക്കി വെക്കുക. ഓക്കെ, നൗണിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, ഇന്നാണ് കേട്ടോ ഇങ്ങനെ ചുമ തുടങ്ങിയത്. ഇതിന് 4 ദിവസം കുഴപ്പമുണ്ടായില്ല. ക്ലാസ് എടുക്കുമ്പോഴാണ് തോന്നുന്നു ഇങ്ങനെ ചുമ വരുന്നത്. അവിടെ ഫാൻ ഓഫ് ചെയ്തു, ചൂടെടുക്കുന്നു. ഓക്കെ, അപ്പൊ അഡ്ജക്റ്റീവും ആഡ്വർബും നോക്കി വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ അഡ്ജക്റ്റീവ് ഫ്രേസും അഡ്ജക്റ്റീവും അതുപോലെ ആഡ്വർബും നോക്കി വെക്കാം കേട്ടോ. ആൻഡ് ദെൻ ഏതാണ് അടുത്ത ചാപ്റ്റർ? പ്രപ്പോസിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ, ഓൺ, ഫോർ, സിൻസ് ഇതൊക്കെ നോക്കി വെക്കാം. ഫോർ വരുന്നത് എവിടെയാ? ഏതൊക്കെ മാം പ്രപ്പോസിഷൻ ഒന്നുകൂടി പറയാം? ഇല്ലടാ മാം എവിടെയോ പോയി. മാമിന് സുഖമില്ലാത്തോണ്ടാന്ന് തോന്നുന്നു.
ഈ കൺകോഡാണോ നമ്മൾ കൊറേ കോഡൊക്കെ വെച്ച് പഠിച്ചേ റൂള് വെച്ച്? ഓക്കെ, അപ്പോ പ്രപ്പോസിഷൻ ഇൻ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ, ഓൺ. ഇൻ എന്ന് പറയുമ്പോൾ ഉള്ളിൽ എന്ന് പറയുന്ന മീനിങ് ആണ് ഇൻ വരാം. ഓൺ ആണെങ്കിലോ സർഫീസ് അല്ലെ, സർഫീസ് പ്രതലങ്ങൾ ഓൺ ആണ്. അപ്പൊ അത് വാൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടേബിൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ മീഡിയാസ് അല്ലെ, ഫോൺ ആണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും യൂട്യൂബ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട, അവർ കണ്ടാവുന്ന ഓൺ തന്നെയാണ്. ഓക്കെ, ഏതാണ് അറ്റീന്ന് ക്വസ്റ്റ്യൻ ഇല്ല. ഫോർ ആണെങ്കിലോ, ഫോറിൻ സിൻസ് ഒക്കെ ആണെങ്കിലോ, ഫോർ ആണെങ്കിൽ ഇത്ര ഒരു ടൈം കൊടുക്കും, അതായത് എത്ര വർഷം അല്ലെ, ഒരു 3 മാസം അല്ലെങ്കിൽ 3 വർഷം. പാവം മിസ്സിന് തീരെയും വയ്യ. എടാ നമുക്ക് നോട്ട്സ് ഒന്ന് അയച്ചു തരാൻ പറഞ്ഞാൽ പോരെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം. അതെ, ഇപ്പൊ പറഞ്ഞപ്പോ എല്ലാം ഉണ്ട് അല്ലേ, ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം മിസ്സിനോട് ടൈപ്പ് ചെയ്തിടാൻ പറയായിരുന്നു. അതന്നെ. നമ്മുടെ കയ്യിൽ കുറെ നോട്ട്സ് ഉണ്ട്, കോൺകോഡൊക്കെ ഫുള്ള് റൂൾസ് ഉണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. അപ്പം എന്താ മാത്രം നോക്കണേന്ന് ടൈപ്പ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടല്ലേ മാമിന്? അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ മതിയായിരുന്നു, മാമിന് പറ്റുന്നില്ല എന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇനി വരുമ്പോ പറയാം. അപ്പോ എന്താണ് സിൻസ് 4 അല്ലെ, സിൻസ് 4 എന്താണ്, ഇപ്പൊ 3 ഇയർ അല്ലെങ്കിൽ 3 months എന്നൊക്കെ പറയുമ്പോൾ 4 ആണ് വരാം. ഒരു 3 വർഷമായിട്ട് 3 മാസമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ 4 ആണ് വരാം. ഇനി പാർട്ടിക്കുലർ ഒരു ഇയർ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് 2022 എന്നൊക്കെ പറയുന്ന ഇയറോ അല്ലെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ സിൻസ് ആണ് പറയാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഇതാണ് പ്രപ്പോസിഷൻ, ഇതാ പറയാനുള്ളത് കേട്ടോ. ഇനിയിപ്പോ ബൈ ആണെങ്കിൽ ത്രൂ എന്ന് പറയാലോ, ത്രൂവിന്റെ മീനിങ് ആണ് ശരിക്കും ബൈ എന്ന് പറയുന്നത്. ഇപ്പോ I can walk by myself എന്ന് പറയാം. അല്ലാതെ എനിക്ക് ഞാനായിട്ട് നടക്കുന്നു എന്നുള്ള രീതിയിൽ ബൈ മൈസെൽഫ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയും നമുക്ക് ബൈ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ, എനിപ്പോഴും പറയുന്നുണ്ട്, പറയുന്നതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പ്രപ്പോസിഷൻ അത്രയേ ഉള്ളൂ. ഡയറക്ട് സ്പീച്ച് ആണ്. ഡയറക്ട് സ്പീച്ച് പറഞ്ഞ പോലെ തന്നെയാണ്, തിരിച്ചു മറിച്ചും ചോദിക്കാം. ഡയറക്റ്റ് എന്ന് പറയാം, ഇൻഡയറക്റ്റ് തരും. ഇപ്പൊ ഇൻഡയറക്റ്റ് തന്നിട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ വരും, ഇപ്പൊ ഡയറക്റ്റ് തന്നിട്ട് ഡയറക്റ്റ് കണ്ടുപിടിക്കാനും വരും. ഓക്കെ, ഇപ്പോ ക്യാൻ ആണെങ്കിൽ എന്ത് വരും? ഐ ക്യാൻ ആരെങ്കിലും പറഞ്ഞോ, എഴുതി തന്നാ മതി, എനിക്ക് കട്ടായി പോയി ഇടയ്ക്ക് വെച്ച്. preposition important in, on, for, by. ഓക്കെ, ഇപ്പൊ preposition ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഡയറക്റ്റില് പറഞ്ഞത് ഐ ക്യാൻ ഗോ ദിയർ ആണെങ്കിൽ എന്തായിരിക്കും ഇൻഡയറക്റ്റ്ലി വരാം? ഐ ക്യാൻ ഗോ ദിയർ. ക്യാൻ ആണെങ്കിൽ ഫുഡ്, ഫുഡ് ആണ്. ഇനിയിപ്പോ ഷുഡ് ആണെങ്കിലോ
ഷുഡ് ആണെങ്കിൽ എന്ത് വരും? ഷാലോ അല്ലേ? ഷുഡ് തന്നെയല്ലേ? ഷുഡ് തന്നെയാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് തന്നാൽ മതി മാം. ഞങ്ങൾ എല്ലാരും പറയുവാ സത്യം. മാക്സിമം ഞാൻ നോക്കട്ടെ, പറ്റിയില്ലെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, കുറച്ച് പറയാം. ഇനിയിപ്പോ ഞാൻ പറഞ്ഞു, ക്യാൻ ആണെങ്കിൽ കുഡ്, വിൽ ആണെങ്കിൽ കുഡ്, ഷുഡ് ആണെങ്കിൽ ഷുഡ് തന്നെയാണ്. ഓക്കെ, ഇനി ഹിബുഡ് എന്നൊക്കെ ഡയറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആണോ ഡയറക്റ്റ് ആണോ നോക്കണം. അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചും ചോദിക്കാന്ന് ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് തന്നിട്ടിപ്പോ ഡയറക്റ്റ് ആണെങ്കിൽ ഐ ക്യാൻ the girl said that I can go there. ഇതാണ് ഡയറക്റ്റ്. ഇൻഡയറക്റ്റ് ആണെങ്കിൽ എന്ത് വരും? The girl said that എന്ത് വരും? ഡയറക്റ്റ് ആണെങ്കിൽ she could go there എന്നാണ് പറയാം. അത് ഇൻഡയറക്റ്റ് ആണ് അല്ലെ? അപ്പൊ ഡയറക്റ്റും ഇൻഡയറക്റ്റും ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. അപ്പൊ നോക്കി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്യാൻ, ഷുഡ്, വില്ല് നോക്കി വെക്കാം. ഓക്കെ, ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് വരാമെന്ന് അറിയാലോ. സ്റ്റേറ്റ്മെന്റ് എന്നാണ് വരാ, ക്വസ്റ്റ്യൻസോ ഇംപേറ്റീവ്സോ ഒന്നുമില്ല. സ്റ്റേറ്റ്മെന്റ് മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ കേട്ടോ. പിന്നെ പറയാനാണെങ്കിൽ ഏതാണ്? പാർട്ടിസിപ്പിൾ എന്ന ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പോ ഷീ സ്ലീപ്പിംഗ്, ആ സ്ലീപ്പിംഗിന്റെ അവിടെ അണ്ടർലൈൻ ചെയ്ത് ചോദിക്കും ഏതാണ്, ഏത് പാട്ടാണ്, അണ്ടർലൈൻ ചെയ്ത പാട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് ഏതായിരിക്കും ചോദിക്കാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഏതായിരിക്കും? ING ഫോം വരുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്, മറക്കില്ലേ? ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരണ്ട. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ING ഫോം വരാൻ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ഈ റിട്ടാണ്, ഗോൺ, ഇതൊക്കെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പ്രസന്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും ING ഫോം ആണ്, മറക്കാൻ പാടില്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം അല്ലേ? V3 ഫോം ആണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ V4 ആണ് വരാൻ. V4. ഓക്കെ, അതായത് ING ഫോം ആണ് വരാൻ. ഫ്രേസൽ വേർബ് ആണെങ്കിൽ നമ്മൾ കുറച്ച് 10 ഫ്രേസൽ വേർബ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചു അല്ലെ? പറഞ്ഞിട്ടുണ്ട്. അത് 10 നോക്കി വെക്കാം. ടെക്സ്റ്റിംഗ് മിക്ക ക്വസ്റ്റ്യനും വന്നിരിക്കുന്നത് ടെക്സ്റ്റിംഗ്. ഓക്കെ, ടെക്സ്റ്റിലെ സെന്റൻസ് തന്നെയൊക്കെയാണ് വന്നിരിക്കുന്നത്. സോ നന്നായിട്ട് പഠിക്കാം. 10 നന്നായിട്ട് പഠിക്കാം. ഓക്കെ, മിസ് നേരത്തെ തന്ന 10 തന്നെ പഠിച്ചാൽ മതിയോ? വളരെ സിമ്പിൾ ആണ്, അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. സെന്റൻസ് അത് തന്നെയാണ് കേട്ടോ. ടെക്സ്റ്റിലെ സെന്റൻസ് ഒക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. 10 എന്നുള്ളത് ആ 10 ഗ്രൂപ്പ് ഇടും, അങ്ങനെ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ എന്താണ്? അപ്പൊ ഫ്രേസൽ വേർബ് അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ അയക്കുന്ന ടെക്സ്റ്റിന് മാത്രമേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളൂ. എക്സ്റ്റേണലായിട്ട് നോക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ, നന്നായിട്ട് നോക്കാം. അണ്ടർസ്റ്റാൻഡിംഗ് സ്പെല്ലിംഗ് മോക്ക് ടെസ്റ്റിന് വന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്പെല്ലിംഗ്? ഒക്കെ ആയിരുന്നു, ക്ലിയർ ആയിരുന്നു? അത് സിമ്പിൾ അറിയാവുന്ന വേർഡ് ആണ് അല്ലെ? ഫെമിലിയർ ആണെങ്കിലും കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. മിക്കവാർക്കും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. അപ്പൊ അതേപോലെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്ന് അല്ലാത്തൊരു ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെയാണ്, ഫെമിലിയർ ആണ് പഠിച്ചിരിക്കുന്നത്. പിന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. എക്സ്ട്രൈസ് പറയാനുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഈച്ച്, അത് കോൺവേർഡ് തന്നെയാണ് കേട്ടോ. ഈച്ച് ഓഫ് എന്നൊക്കെ പറഞ്ഞ കോൺവേർഡിലുണ്ട് അല്ലെ? അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോൺവേർഡിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അല്ലെ? ആസ് വെൽ ആസ് പറഞ്ഞു, നൈദർ പറഞ്ഞു, ഈച്ച് കണ്ടോ? ഈ 9 ഇത് നോക്കണം കേട്ടോ. വൺ ഓഫ് ദ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോ, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോ ഒക്കെ എന്താ വരാന്ന് നോക്കാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം കേട്ടോ. കോൺവേർഡ്. പിന്നെ നമുക്ക് പ്രോണൗണില് ഞാൻ പറഞ്ഞു റിലേറ്റീവ് പ്രോണൗൺ. അത് പേഴ്സൺസ് ആണെങ്കിൽ ഹൂസ് ഒക്കെ വരാം. ഇനിയിപ്പോ പ്ലേസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അല്ലെ? ദിസ് ഇസ് ദ പ്ലേസ് ഡാഷ് വി മെറ്റ് എന്നാണ് ചോദിക്കുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും വരാം?
അത് പ്ലേസ് ആയിക്കോട്ടെ, ദിസ് ഇസ് ദ റെസ്റ്റോറന്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ദിസ് ഇസ് ദ റെസ്റ്റോറന്റ് ഡാഷ് ഹി മെറ്റ് എന്നാണെങ്കിൽ ഇത് പ്രോണൗൺ ആണ് അവിടെ വരാം. വേറാണ്. വേറാണ് കേട്ടോ, അത് ഡൗട്ട് ഒന്നും വേണ്ട, വേറാണ്. ഓക്കെ, ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യും, കറക്റ്റ് ആൻസർ അല്ലായിരിക്കും, വേറാണ്. വേറെ ഒന്നും ചിന്തിക്കണ്ട. അതും ഏകദേശം റിലേറ്റീവ് പ്രോണൗണിൽ പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ പ്ലൂറൽസിൽ വരാണെങ്കിൽ ചിൽഡ്രൻ. ചിൽഡ്രൻ അറിയാതെ പ്ലൂറൽ ആണ്, ആരും പോകരുത്. ചൈൽഡ് ആണെന്ന് സിംഗുലർ, ചിൽഡ്രൻ പ്ലൂറൽ ആണ്, മറക്കാൻ പാടില്ല. ഓക്കെ, പാർട്ടിസിപ്പിൾ ഒക്കെ പറഞ്ഞു, ആർട്ടിക്കിൾ പറഞ്ഞു, അതിന് ഇമ്പോർട്ടന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഏതാണ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് പറഞ്ഞു, ഡയറക്ട് സ്പീച്ച് പറഞ്ഞു, സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു, ഫ്രേസൽ വേർബ് ഇമ്പോർട്ടന്റ് പറഞ്ഞു. അഡ്ജക്റ്റീവിനും ആഡ്വേർബിൽ നിന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൽ അഡ്ജക്റ്റീവ് ഫ്രേസും ആഡ്വേർബ് ഫ്രേസും അഡ്ജക്റ്റീവും ആഡ്വേർബും ഈ നാളെ മാത്രം നോക്കിയാൽ ക്ലോസിംഗ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഐഡന്റിഫൈ ചെയ്യുക, ഏതൊക്കെയാണ് അഡ്ജക്റ്റീവ് എന്ന് അറിയാം, അഡ്ജക്റ്റീവ് ഫ്രേസ് എന്താണെന്ന് അറിയാം അല്ലെ. നാളെ മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് ഫ്രേസ്. ആഡ്വേർബ് ആണെങ്കിലോ വേർബിനെ മോഡിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ് സിംഗുലർ സബ്ജക്ട് ഏതൊക്കെയാണെന്ന് അറിയാലോ. ഹി, ഷീ, ഇറ്റ്, എവരിബഡി. എവരിബഡി സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പൊ എവരിബഡിക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും സിംഗുലർ വേർബ് ആയിരിക്കണം, മറക്കാൻ പാടില്ല. ഓക്കെ, എവരിബഡി നോ ആണോ വരാ, നോസ് ആണോ? എവരിബഡി നോസ്, നോസ് ആണ് വരാ, സിംഗുലർ വേർബ് ആണ്, നോസ് ആണ്. ഓക്കെ, അതുപോലെ ഇപ്പോ ഉള്ളത് നെക്സ്റ്റ് എന്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? ആൻസർ അറിയൂ. Dash God is a useful method. Answer? ആർട്ടിക്കിൾ ആണോ മാം? ദ ഗോൾഡ്. ആർട്ടിക്കിൾ ദ ഗോൾഡ് അല്ലേ? അങ്ങനെ കാര്യങ്ങൾ പറയാറുണ്ടോ? The gold is a good useful method. ഒരിക്കലല്ല കേട്ടോ, അത് ആർട്ടിക്കിൾ ആവശ്യമില്ല കേട്ടോ. ആർട്ടിക്കിൾ ആണോ, അത് ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഓക്കെ, ആ ഓപ്ഷനിൽ നോ ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് എഴുതും, ഉറപ്പാ, സത്യം. God is dash useful method. ഗോൾഡ് ഈസ് അവിടെ ഞാനാണോ യൂസ്ഫുൾ മെറ്റീരിയൽ? Yeah, useful method. ഓപ്ഷൻസ് എല്ലാം വരും കേട്ടോ. എ വരും, വരും, ആൻ വരും, ചിലപ്പോൾ നോ ആർട്ടിക്കിൾ ഒക്കെ വരും. കറക്റ്റാണ് ആൻസർ ചെയ്താൽ. ഓക്കെ, പിന്നെന്താ, ഇനിയൊന്നുമില്ലല്ലോ, കഴിഞ്ഞല്ലോ. അത്യാവശ്യം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കില്ല. ക്വസ്റ്റ്യൻ ടാഗ് വരില്ല. എന്തോ ക്വസ്റ്റ്യൻ ടാഗ് വരും, 5 ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ചെയ്താണ് വരാം. ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ക്ലിയർ? ആക്റ്റീവ്സും പാസീവ്സും പറഞ്ഞു. ഏതൊക്കെയാണ് നോക്കേണ്ടത്? ആക്റ്റീവ്സില് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, സ്പീച്ച് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരാം. ഷുഡ്, ക്യാൻ, വിൽ. ഇത്രയും ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുമോ? ക്വസ്റ്റ്യൻ പറഞ്ഞാൽ നോക്കി വെക്കും. പ്ലൂറൽ ഫോംസ് പറഞ്ഞു, കുറച്ച് പ്ലൂറൽ ഫോംസ് നോക്കി വെക്കണം, അതിന്റെ പ്ലൂറൽ കണ്ടുപിടിക്കാനുള്ളതാണ്. അതേപോലെ ജെൻഡേഴ്സ് പറഞ്ഞു. പിന്നെ കുറച്ച് വേർഡ്സ് വന്നിട്ട് ചോദിക്കും, പ്രസന്റ് ടെൻസ് അല്ലാത്ത വേർഡ്സ് ഏതാണെന്ന് ചോദിക്കും. സിമ്പിൾ പ്രസന്റ്, പ്രസന്റിലും പാസ്റ്റ് കണ്ടാൽ അറിയാൻ പറ്റുമല്ലോ. എക്സാമ്പിള്, ഇത് എന്തായിരിക്കും? ഇതില് ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. എന്താണ്
പാസ്റ്റ് ടെൻസ് അല്ലാത്ത വേർഡ് ഏതാണ് എന്ന് ചോദിക്കും. അറിയാലോ, സിമ്പിൾ അല്ലേ? റൈറ്റ്. ചോദിക്കും. പിന്നെ റെഗുലർ വേർബും ഇറഗുലർ വേർബും അറിയാലോ. റെഗുലർ വേർബ് എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് പോകും, പ്ലേ കഴിഞ്ഞിട്ടില്ല. ഇറഗുലർ എന്താണ്? രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. റൈറ്റ് റോഡ് കിട്ടുന്നത് അല്ലെ, വാക്ക് ആണെങ്കിലും. അപ്പൊ അതിന് ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഇറഗുലർ വേർബ് ഏതാണെന്ന് ചോദിക്കും. ആൻസർ വന്നിട്ട് ഇതിനകത്ത് ഏതാണ് ഇറഗുലർ വേർബ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാലോ, സിമ്പിൾ അല്ലേ? പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് പറയേണ്ട ആവശ്യമില്ലോ. ഡസിന്റെ ആണെങ്കിൽ ഡസ് ആണ് വരാ. പിന്നെ എന്താണ്, വിൽ ആണെങ്കിൽ എന്ത് വരും? ഷി വിൽ കുക്ക് എന്നാണെങ്കിൽ എന്ത് വരും? വോണ്ട് ഷീ വരും. പിന്നെ ഷി ഡസന്റ് ലൈക്ക് ബിരിയാണി എന്നാണെങ്കിൽ ഡസ് ഷീ ഇനി ഡോണ്ട് ആണെങ്കിലോ? Do. ആണ്. ഷി സിംഗ്സ് എ സോങ് ആണെങ്കിലോ? എന്താ മാം? ഷി സിംഗ്സ് എ സോങ്. ഡസന്റ് ഷീ? ഓക്കെ, ഇനി ഷി സാങ് എ സോങ് ആണെങ്കിലോ? ഡിഡന്റ് ഷീ? ഓക്കെ, ഇനി ഷി ഹാസ് റിട്ടൺ എ നോവൽ ആണെങ്കിൽ? Hasn't she? Yeah, correct. ഇനി ഷി ഹാവ് ഐ ഹാവ് ആണെങ്കിലോ? ഹാവ് ആണെങ്കിൽ? Having. Haven't. Yeah. പിന്നെന്താണ് അങ്ങനെ ചോദിക്കില്ലേ? ശരിക്ക് അറിയില്ല, ചാപ്റ്റർ വൈസ് അറിയില്ല കേട്ടോ. ഇപ്പോ ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഒന്നല്ല, പറഞ്ഞിട്ടുണ്ട് ഏകദേശം. പ്രിൻസൽ ബോബ് വേണമെങ്കിൽ ഞാൻ 5 കുറച്ച് തരാം. 10 വേണ്ട, 5 എടുക്കാം അല്ലേ? പക്ഷെ അത് 5 കുറയുമ്പോ വേറെ വല്ല ക്വസ്റ്റ്യൻ കേറുവോ? എന്തോ? അല്ല, അത് 5 കുറയുമ്പോ മിസ് ഒന്നതിന്ന് മാറ്റിയിട്ട് വേറെ വല്ല കടുപ്പുള്ളത് ഇടല്ലേ? ഇല്ല, നിങ്ങൾ 10 ഞാൻ 10 തന്നിട്ടില്ലേ? 10 ഇമ്പോർട്ടന്റ് ആണ്. അത് ഏതൊക്കെയാണ്? ടൈപ്പ് ചെയ്തേ. അതിൽ നിന്ന് 5 ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് തരാം. 2 ദിവസം വന്നിട്ടുണ്ട്. 5 പഠിക്കും. അത് 2 ഉണ്ടാകും. 5 ഇടോ? 5 2 ഓക്കെ, ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടന്റ്? Break away, bring out, Call for. come about, okay, wind up, call for, Cut off. ഈ വട്ടം ചോദിച്ചു. give up, okay, give away, okay. ഇതില് ഒരുപാടായല്ലോ മതിക. ഇതിൽ ഏതൊക്കെയാണ്? break away, wind up, cut down, give up, cut off. ഇത്രയും നോക്കി വെക്കൂ. ഒന്നുകൂടെ പറയാമോ? break away, wind up, cut down, give up, cut off. Okay, clear? യെസ് മാം. ഇറഗുലർ വെർബിൽ റെഗുലർ വെർബിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്ന് പറഞ്ഞിരുന്നു. No, ഇടില്ല. ഇറഗുലർ വെർബിന്റെ റെഗുലർ വെർബില്ലേ, അതിന് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാമെന്ന് പറഞ്ഞിരുന്നു. 4 വേർഡ്സ് എന്നിട്ട് അതിൽ ഏതാണ് ഇറഗുലർ വേർബ് എന്ന് ചോദിക്കും. അതിൽ ഏതാണ് റെഗുലർ വേർബ് എന്ന് ചോദിക്കും. അതിൽ ക്വസ്റ്റ്യൻ വരാട്ടോ. ഓക്കെ, ഇപ്പൊ പ്ലേ, വാക്ക്, പിന്നെ ഏതൊക്കെയാണ് കുറച്ച് റെഗുലർ വേർബ് എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇറഗുലർ ആയിരിക്കും. റൈറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും
ഇതിൽ ഏതാണ് ഇറഗുലർ വെർബ് എന്ന് ചോദിക്കും. അപ്പൊ ഏതാണ് റൈറ്റ് ആണ്, റൈറ്റ് റോങ് റിട്ടേൺ അല്ലേ, അങ്ങനെ വരും. പിന്നെ നമുക്ക് സ്പെല്ലിങ്ങില് 3 കറക്റ്റ് സ്പെല്ലിംഗ് എടുത്തിട്ട് ഇനി ഒരെണ്ണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ട് തരും. മനസ്സിലായോ? 3 കറക്റ്റ് സ്പെല്ലിംഗ് ഒരെണ്ണം മിസ്റ്റേക്ക് ആയിട്ട് തരും. അത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അങ്ങനെ പ്രതീക്ഷിക്കാം. ചൂസ് ദ റോങ് ഈസ് സ്പെൽഡ് വേർഡ്. ഏതാണ് തെറ്റായി സ്പെൽറ്റ് ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ തരും കേട്ടോ. അങ്ങനെ സ്പെല്ലിങ്ങിന് ഐ തിങ്ക് 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മോഡൽ എക്സാമിന് ഉണ്ടായില്ലേ മിസ് അങ്ങനത്തെ? ടുമോറോ മോഡൽ എക്സാമിന് ഉണ്ടായിരുന്നു. മോഡൽ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. മാം നമ്മുടെ മോക്ക് ടെസ്റ്റിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക? മോക്ക് ടെസ്റ്റിന് ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ ചോദിച്ചാല് സംശയമാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ നോക്കിയാലും മതി. നിങ്ങൾ ഒരുപാട് ചിന്തിക്കണ്ട. എനിക്ക് പറയാനോ ഒരുപാട് ചിന്തിക്കുമ്പോൾ കൺഫ്യൂഷൻ കൂടുകയുള്ളൂ കേട്ടോ. വളരെ സിമ്പിൾ ആണ്. ഓക്കെ. പിന്നെ നമുക്ക് കളക്റ്റീവ് നോളൊക്കെ കണ്ടാൽ മനസ്സിലാവുമല്ലോ. ഏതൊക്കെയാണ് കളക്റ്റീവ് നോളെന്ന് അറിയാൻ പറ്റാലോ. ആബ്സ്ട്രാക്ട് നോളൊക്കെ മനസ്സിലാക്കില്ലേ? അപ്പോ ഈഗോ, സക്സസ്, പ്ലഷർ ഇതൊക്കെ എന്താണ്? ആബ്സ്ട്രാക്ട് നോളാണ്. കളക്റ്റീവ് നോൺ ആണെങ്കിലോ ഇതൊക്കെ കുറച്ച് കളക്റ്റീവ് നോൺ പറഞ്ഞേ. ഫ്ലോക്ക് ഓഫ് അങ്ങനെ വരുന്നത്, ഹേർഡ് ഓഫ് കൗ എന്നൊക്കെ പറഞ്ഞു. ഫ്ലോക്ക്, ഫ്ലീറ്റ്, ഹേർഡ്, കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്? കളക്റ്റീവ് നോൺ ആണ്. ഓക്കെ. ശരിയല്ലോ. സ്ട്രക്ചറേ എല്ലാം ആയാലോ? എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ചോദിക്കാനുണ്ടോ? കുറച്ച് ഫോണിറ്റിക്സിന് ക്വസ്റ്റ്യൻസ് വരില്ലേ മാം? എന്തോ ഫോണിറ്റിക്സിന് ക്വസ്റ്റ്യൻ വരൂല? സമാധാനം. എന്തായാലും സിമ്പിൾ ആയിരിക്കും എക്സാം. കൺഫ്യൂസിംഗ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. ഏകദേശം ക്വസ്റ്റ്യൻസ് ആണെങ്കിലും മോഡൽസ് ആണെങ്കിലും ഞാനിപ്പോ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. സോ മാക്സിമം ഒന്നുകൂടെ റെക്കോർഡ് ക്ലാസ് കാണാം, നോട്ട് ചെയ്ത് വെക്കുക. ഇനിയിപ്പോ മാർക്ക് 100 കിട്ടിയില്ലെന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് 100ന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുകൊണ്ട് മിസ് 100 കിട്ടിയില്ല എന്നുള്ള പരാതിയായിട്ട് ആരും പറയരുത്. ഓക്കെ. നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, സ്കൂളായിട്ട് അറ്റൻഡ് ചെയ്യുക, ആൻസർ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ഉണ്ടോ നോക്കുക, ആൻസർ കറക്റ്റ് ചെയ്യുക. അതായത് ഓപ്ഷൻസ് മുഴുവൻ വാരി വലിച്ച് വായിക്കാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് ഡയറക്ട് സ്പീച്ചും ആക്റ്റീവ് വോയിസിലൊക്കെ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് എല്ലാം വായിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എനിക്ക് തന്നെ വായിക്കുമ്പോൾ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. അപ്പൊ നിങ്ങളുടെ കാര്യം പറയണല്ലോ. അതേപോലെയാണ് ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ ആൻസർ നിങ്ങൾ എഴുതുക, ആൻസർ ഉണ്ടോ നോക്കുക, അത് മാത്രം ചെയ്യും. ഓക്കെ. ഫ്രേസൽ ബോബിന് എത്ര ഞാൻ പറഞ്ഞു? 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു? 2 ആണ്. 2 ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ടാഗിന് 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡയറക്ട് സ്പീച്ചിന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്റ്റീവ് വോയിസിന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഏതാണ്? പിന്നെ ക്വസ്റ്റ്യൻ പറയാൻ പറ്റുന്നില്ല. പ്രപ്പോസിഷനിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ആർട്ടിക്കിളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്നു. പിന്നെ എന്താണ്? അങ്ങനെ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ. പാസ് മാർക്ക് കിട്ടിയാൽ മതി, അത് മതി. എത്രയുള്ളൂ. ഇംഗ്ലീഷ് നിങ്ങൾ അല്ലാണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മണിക്കൂറത്തെ കാര്യമല്ലോ പഠിക്കാണ്. ലാസ്റ്റ് എക്സാം ആണ്. അത് വേറൊരു കാര്യം, ടെൻഷൻ ഒന്നും ഇല്ല. അറിയൂ. അഡ്ജക്റ്റീവ് ഫ്രേസിന് അഡ്ജക്റ്റീവ് ഫ്രേസിന് എക്സാം എന്ന് പറയാൻ ഈസ് എ മാൻ ഓഫ് ഫ്രണ്ട്ലി നേച്ചർ ആൻഡ് ഗുഡ് ലുക്കിംഗ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അല്ലെ, ഒന്നിൽ കൂടുതൽ വേർഡ് യൂസ് ചെയ്ത് നമ്മൾ ഒരാളെ മോഡിഫൈ ചെയ്തെങ്കിൽ അത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. She runs fastly. He runs fastly എന്ന് പറയുന്നത് എന്താ? adverb phrase. Yeah, fastly എന്ന് പറയും. So adverb. Yeah, adverb. Then she is painting the picture beautifully. ഇതിലെ adverb ഏതാണ് എന്ന് ചോദിച്ചാല് എന്ത് പറയും? എന്താ മാം? കേട്ടില്ല. She is painting the picture beautifully. The adverb ഏതാ? Beautifully.
അത് കാണുന്നുണ്ട് ഔട്ട് ബ്യൂട്ടിഫുള്ളി അല്ലേ ആഡ്വർബ്. ഈ റെക്കോർഡ് ക്ലാസ് ഒന്ന് വ്യക്തമായിട്ട് ഇത് കാണും കേട്ടോ. ഓക്കെ, നന്നായിട്ട് കാണാൻ ഞാൻ പറഞ്ഞ എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, ഐ തിങ്ക് ഞാൻ ഇതിൽ തന്നെ ഒരു 50 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാകാം, മേ ബി, അറിയില്ല, ഞാൻ എണ്ണിയില്ല. അത് നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ പറയാം, നിങ്ങൾ എന്തായാലും ജയിക്കും, പേടിക്കണ്ട. ഈ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ നിങ്ങൾ എന്തായാലും ജയിക്കും കേട്ടോ. ബാക്കി നിങ്ങൾ നന്നായിട്ട് പഠിക്കൂ. സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, ആണല്ലോ. നന്നായിട്ട് എക്സാം ഒക്കെ എഴുതൂ. ഓക്കെ, അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇനിയൊന്നും പറയാനില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇത്രയും വയ്യാതെ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ക്ലാസ് എടുത്ത ഞങ്ങളുടെ മാമിന് ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും സ്നേഹവും. വി ലവ് യു സോ മച്ച് മാം. താങ്ക് യു. Thank you, ma'am. പെട്ടെന്നാണ് വയ്യാതായിട്ട് ഞങ്ങൾക്ക് പറയുമ്പോ കുഴപ്പമില്ലായിരുന്നു. അപ്പോ ഇനി ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്, ഇനി കാണില്ല. ഇനി കോൺവെക്കേഷൻ കാണാം. കോൺവെക്കേഷൻ എല്ലാവരും വരാം. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവണം കേട്ടോ. നന്നായിട്ട് പ്രോഗ്രാംസ് ഒക്കെ വേണം. ആക്റ്റീവായിട്ട് ഇരിക്കുക. എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി എന്നോടൊന്ന് പറയാം, എന്നോട് അതിയോടൊന്ന് പറയണം. ഓക്കെ, പ്രോഗ്രാം ചാർട്ട് ചെയ്യാനാണ്. പിന്നെ എന്താണ്, എപ്പോഴും നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കണം. കോമ്പറ്റീഷൻ വരുമ്പോൾ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനൊക്കെ ഉണ്ടെങ്കിൽ, സ്റ്റേജിൽ വന്ന് സംസാരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി എന്നോട് പറഞ്ഞു വെക്കണേ, വിളിക്കാം. ഓക്കെ, പിന്നെ എന്താണ്, ഡാൻസ് കളിക്കാനൊക്കെ വിളിക്കും. എല്ലാവരും വന്ന് കളിക്കുക. അതായത് മൊത്തത്തിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഒരു ദിവസം ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഇമ്പോർട്ടന്റ് ആണ്. മാമ ഒരു കാര്യം ചോദിക്കട്ടെ, കോൺവെക്കേഷന് മുമ്പായിട്ട് നമ്മുടെ റിസൾട്ട് വരൂലേ? റിസൾട്ട് വരും, എല്ലാം വരും. സർട്ടിഫിക്കറ്റ് വേണ്ടി റിസൾട്ട് വരില്ലേ? നന്നായി. അപ്പൊ ഡാൻസ് കളിക്കാനുള്ള മൂഡ് ഉണ്ടാവുമല്ലോ. മൂടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ പറയാനുള്ളത്, 100 മാർക്ക് കിട്ടിയില്ല എന്നുള്ള പരാതി ആരും പറയണ്ട. ഓക്കെ, നമുക്ക് മാർക്കിലല്ല കാര്യം, സ്കില്ലാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു പരാതി വരാൻ ചാൻസ് വളരെ കുറവാണ്. ഞങ്ങളൊക്കെ ഒന്ന് പാസ്സായാ മതി, ആ പേടിയേ ഉള്ളൂ ഞങ്ങൾക്ക്. എല്ലാ മിസ്മാരും വന്നിട്ട് പറയുന്നുണ്ട് 100 മാർക്ക് കിട്ടിയില്ല എന്ന് പറയരുതെന്ന്. നല്ല തല്ലുണ്ടായിണ്ടാവും. എക്സ്പീരിയൻസ് ആണല്ലോ നമ്മളെ കൂടെ എല്ലാം പറയിപ്പിക്കുന്നത്. അപ്പോ മാർക്ക് ഒന്നുമല്ല കാര്യം അല്ലെ. നമുക്ക് ഒരു കഴിവാണ്. ഒരുപാട് ക്വാളിഫിക്കേഷൻ ആയിട്ട് പഠിക്കാൻ പോയിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ടീച്ചേഴ്സ് ആണെങ്കിൽ എന്ത് ഗുണം ആലോചിക്കേ അല്ലെ. അത്രയുള്ളൂ, അങ്ങനെ ആദ്യം ചിന്തിക്കാം. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളൊരു കഴിവാണ് അല്ലെ. പഠിപ്പിക്കുക, പിള്ളേരെ ഹാൻഡിൽ ചെയ്യാണെന്ന് പറയുന്നത് നമുക്കൊരു നമ്മുടെ സ്കില്ലാണ്. അതാണ് ടീച്ചറിന് ആവശ്യം, അതായത് കൊട്ടക്കണക്കിന് മാർക്കൊന്നും ആവശ്യമില്ല. ഓക്കെ, അത് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക, ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ടീച്ചേഴ്സിന്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ. അതൊന്നും പേടിക്കുക വേണ്ട. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് കോൺവെക്കേഷന് കാണാം. ഇനി ഞാൻ അങ്ങോട്ട് വന്ന് മിണ്ടിയില്ലെങ്കിലും എല്ലാവരും ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കണ്ടാൽ മനസ്സിലാവില്ല അല്ലെ. നിങ്ങൾക്ക് പക്ഷെ അങ്ങനെയല്ല, എന്നെ കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് വന്ന് സംസാരിക്കുക. പെട്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാവണമെന്നൊന്നുമില്ല. ഓക്കെ, അത്രയൊക്കെയാണ്. അപ്പോ ഒരു ബൈ പറഞ്ഞാലോ. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലായിരുന്നു, എനിക്ക് എന്തെങ്കിലും കാണാം. നേരിട്ട് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, കുറച്ചു പേരൊക്കെ എല്ലാവരും ഓൺ ചെയ്യൂ. ഓക്കെ, എല്ലാവരും കാണുന്നത് സന്തോഷം. നോക്കിയേ, ഞാൻ ആദ്യമല്ല കാണുന്നത്. നിങ്ങള് എനിക്ക് ഏജ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞിട്ടേ ഇല്ല. ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞതല്ലാതെ ഡേസിനെ എനിക്ക് അറിയാം. ഡേസിന് എപ്പോഴും ഡേസിന് ക്യാമറ ഓൺ ചെയ്യാൻ ഡേസിന് എനിക്ക് അറിയാം. തമനെ അറിയാം, പിന്നെ ആരൊക്കെയാ, ജ്യോതിയെ അറിയാം, അങ്ങനെ കുറച്ചു പേര് പിന്നെ ആരൊക്കെയാ. ബാക്കി ഫേസ് കണ്ടാൽ മനസ്സിലാവണമെങ്കിൽ പേര് എനിക്ക് അറിയാട്ടോ എല്ലാവരുടെയും. അപ്പൊ അതുകൊണ്ട് വരുമ്പോ എന്നോട് വന്ന് സംസാരിക്കുക. പേര് പറയുമ്പോ മനസ്സിലായെങ്കിലും പേടിക്കണ്ട, എനിക്ക് അറിയാം. അതായത് കുറച്ച് ബ്ലാക്ക് ആയിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. മിസ് യു ഓൾ. മിസ് ചെയ്യൂട്ടോ, ഭയങ്കര മിസ് ചെയ്യും. ടീച്ചർ മാം എന്നെ അറിയൂ? പിന്നെ അറിയില്ലേ, അറിയാം. ഞാനിപ്പോ എക്സാം എഴുതുന്നില്ല, അതുകൊണ്ട് മാമിനെ പിന്നെയും കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാൻ കാണട്ടെ.
അടുത്ത ബാച്ചിന്റെ കൂടെ എങ്ങനെ എഴുതുന്നുള്ളൂ, ഈ ബാച്ചിന്റെ കൂടെ എഴുതുന്നില്ല. ഓക്കെ ഇംഗ്ലീഷ് ഞാനും ഒരു സാറ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അറിയില്ല ആരായിരിക്കും അറിയില്ല കേട്ടോ. എന്നെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്യിച്ചാൽ മതി എന്ന് പറയണമെന്ന് ഞാൻ മനസ്സിലാഗ്രഹിക്കുക. കാരണം പുതിയ ടീച്ചേഴ്സ് ആകുമ്പോൾ പിന്നെ അവര് പഠിപ്പിക്കുന്നതും കൂടെ പഠിക്കണ്ടേ, ഇത് തന്നെ മതിയെന്ന് വിചാരിക്കുക. ഓക്കെ ഓക്കെ അപ്പോ once again thank you all and all the best. Thank you. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.